ഹലോ സർ, ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഇൻ ഫോറക്സ്, ഇൻവെസ്റ്റ് നൗ. ഇങ്ങനെയുള്ള കോളുകൾ നിങ്ങൾക്ക് ദിവസവും വരാറില്ലേ? വന്നില്ലെങ്കിൽ നല്ല കാര്യം. പക്ഷേ കുറച്ച് പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള കോള് വന്നു, അവരതിനകത്ത് ഇൻവെസ്റ്റും ചെയ്തു. ഇനിയാണ് കഥ കിടക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യിച്ച കമ്പനി ഒരു ദിവസം ബാനിഷായി പോയി. കോടികള് കയ്യിൽ വെച്ച് മുങ്ങി. നഷ്ടപ്പെട്ടത് കുറച്ച് പ്രവാസികൾക്ക്. സ്ഥലം ദുബൈ ബിസിനസ് ബേ. പണം ഇടിയിച്ച കമ്പനി ഗൾഫസ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ്. ഓഫീസ് ക്യാപിറ്റൽ ഗോൾഡൻ ടവർ സൂട്ട്സ് 302 ആൻഡ് 305. അവസാനം 40 പേരോളം എംപ്ലോയീസ് ഉണ്ടായിരുന്ന ഓഫീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ വന്നപ്പോൾ കണ്ടത് അവിടെ വെറും ഒരു ചൂലും ചവറ്റുകൊട്ടയും ഇരിക്കുന്നതാണ്. സംഭവം ചുരുക്കത്തിൽ ഞാൻ പറയാം. 2025 ഏപ്രിൽ ദുബായിലെ ഗൾഫസ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് എന്ന സ്ഥാപനമാണ് അപ്രതീക്ഷിതമായി ഓഫീസ് അടച്ച് കടന്നു കളഞ്ഞത്. തട്ടിപ്പിനിരയായവർ കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളാണ്. അതിൽ മലയാളികളും ഏറെയുണ്ട്. ഏകദേശം 62 ലക്ഷത്തോളം രൂപ മുഹമ്മദും ഫയാസ് പൊയിലും ചേർന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മുഹമ്മദ് മാത്രം 41 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിനെ വീഴ്ത്തുന്നത് നോക്കാം. ഫോൺ മുഖേന അഗ്രസീവ് കോളിംഗ്, 24 മണിക്കൂറും വിളിക്കും. ഗൾഫസ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സിൽ ഏകദേശം 40 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഈ 40 എംപ്ലോയീസും കൂടെ കുത്തിയിരുന്ന് ഫോൺ ചെയ്ത് ഫോറക്സ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, അങ്ങനെ പെട്ടെന്ന് ലാഭം കിട്ടുന്ന മേഖലകളിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നു. സിഗ്മാമൺ ക്യാപിറ്റൽസ് എവിടെയോ രജിസ്റ്റർ ചെയ്തതാണെന്നും അതുപോലെ തന്നെ ദുബായിലെ മൂസല ടവറിലാണ് ഇതിന്റെ ഓഫീസ് നോക്കിയായിരുന്നു ഇവര് ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതെല്ലാം തട്ടിപ്പായിരുന്നു. ഇവിടെ നിന്ന് ഇവര് ഫോറക്സ് ട്രേഡിംഗില് ആകൃഷ്ടരായി വരുന്നവരെ സിഗ്മാമൺ ക്യാപിറ്റൽ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിക്ക് ഒരു ലൈസൻസ് പോലുമില്ല. ചെറിയൊരു തുക നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ആദ്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ലാഭം അവര് തരുന്നു. ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുക ഈ കിട്ടിയ ലാഭം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടുകൂടി ഈ കമ്പനിയുടെ മേലെയുള്ള വിശ്വാസം ഇൻവെസ്റ്റേഴ്സിന് ഇരട്ടിക്കുന്നു. പിന്നീട് ഈ ബ്രോക്കേഴ്സ് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും നിങ്ങൾക്ക് ഇവരുടെ മേലെ വിശ്വാസമുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ തന്നെ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ മുന്നത്തെ പോലെ വിഡ്രോവൽ സാധിക്കുകയില്ല. വിഡ്രോവലിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പൈസ ഇടാൻ നിങ്ങളോട് പറയുന്നു. കാരണം വിഡ്രോവൽ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ തുക ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറയുന്നു. വീണ്ടും വിഡ്രോവൽ സാധ്യമാകില്ല. കൃത്രിമ സൈറ്റുകളൊക്കെ ഉപയോഗിച്ച് അവർ ട്രേഡ് ചെയ്തതിന്റെ കുറച്ച് ഡേറ്റാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പണം അവിടെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബായ് പോലീസ് ഈ ബ്രോക്കേഴ്സിനെതിരായി വന്ന പരാതികളെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഓഫ് ഷോർ അക്കൗണ്ടുകളും വെളിപ്പെടുത്തപ്പെടാത്ത പേയ്മെന്റ് ചാനലുകളും ഒക്കെ ഉപയോഗിച്ചതിനാൽ ഈ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല എന്നുള്ള അവസ്ഥയിൽ പണം പോയവരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ.